നമസ്കാരം. കൈരളി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രഥമ എന്ന മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറയുന്ന ഒരു വേള കൂടിയാണിത്. എന്തായാലും വ്രതത്തിൽ ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് മലയാളികൾക്ക് ഒരുപാട് സുപരിചിതയായ ഒരു സിനിമകളിലും സീരിയലുകളിലും റിയാലിറ്റി ഷോയിലൂടെയൊക്കെ നമ്മുടെ മനസ്സിൽ ചേക്കേറിയ ഒരു സുന്ദരിയായ ഒരു സുന്ദരി കുട്ടിനെയാണ് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. കോഴിക്കോടുകാരിയായ നമ്മുടെ പ്രിയപ്പെട്ട നീന കുറുപ്പ്. നമസ്കാരം നീന. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്ന നമ്മൾ ഒത്തിരി വർഷങ്ങളുടെ പരിചയമൊന്നും ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത്. പക്ഷെ എന്നാലും നീനേനെ ഈ അടുത്ത് ഞാൻ കുറച്ച് കൂടുതൽ നമ്മൾ സംസാരിച്ചു. അതോടുകൂടി നീന നല്ലൊരു ഭയങ്കര ഫ്രണ്ട് എന്നുള്ളതല്ല, പക്ഷെ എന്താ പറയാ ക്ലോസ് ഫ്രണ്ട് എന്നതിലുപരി നമ്മളെല്ലാവരെയും കാണുമ്പോൾ എല്ലാവർക്കും നല്ല ഒരു നീന കേൾക്കുമ്പോൾ ഇത് സെയിം ആണ്. റിമിനെ ഞാൻ പലപ്പോഴും കണ്ടിട്ട് സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ കണ്ടിട്ടുണ്ട് പെർഫോം ചെയ്യുന്നത്. സംസാരിച്ചിട്ടില്ല, പക്ഷെ റിമിയുടെ ഉള്ളിൽ നിന്ന് ഒരു വോംത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരോടും അത് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാറുണ്ട്. നീനയുടെ കണ്ണിൽ നിന്ന് ഒരു തിളക്കം പ്രകാശിക്കുന്നത് പോലെ അല്ലേ? അങ്ങനെ ആരെങ്കിലും പറയണം. ശരിക്കും എനിക്ക് ഇവിടുന്ന് ലൈറ്റ് അടിക്കുന്നതിൻ്റെ ആണോന്ന് എനിക്കറിയത്തില്ല. സ്ത്രീകളുടെ ഭംഗി ചിലർ പറയും വലിയ കണ്ണ് വേണം, അതാണ് ഭംഗി. പക്ഷെ നീനയുടെ മുഖത്തിന് ചേർന്ന് ഈ കൊച്ചു കണ്ണും അതിൻ്റെ അകത്തുനിന്ന് കുരിക്കുന്ന ഒരു പ്രകാശം, ഒരു തിളക്കം. താങ്ക് യു. നീനയുടെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞേക്കുന്നത് സ്കിന്നാണോ, മുഖമാണോ, കണ്ണാണോ, ചുണ്ടാണോ? നീനയുടെ ഏറ്റവും ബെസ്റ്റ് പ്ലസ് പോയിന്റ് നീന തന്നെയല്ലേ? എനിക്കൊന്ന് ചിരിയായിരിക്കും. ഞാൻ നീനോട് ചോദിച്ചു കാരണം എന്തായാലും നീനയുടെ ഒരു 30+ എന്തായാലും നീനയ്ക്കുണ്ട്. അങ്ങനെ പറഞ്ഞു. 45+ എല്ലാത്തിനും വെറുതെ. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാ എന്റെ നീന ഇങ്ങനെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു 25, മാക്സിമം 20-25, ഇൻ ബിറ്റ്വീൻ 20 and 25. താങ്ക് യു. യു ആർ സോ കൈൻഡ് റിമി. അങ്ങനെ പറഞ്ഞത് താങ്ക്സ്. ഇല്ല, ഞാനൊന്നും അല്ലാതെ എല്ലാവരും കാണുന്ന എല്ലാവരും പറയും. പറഞ്ഞില്ലെങ്കിൽ അത് മനഃപൂർവ്വം പറയാണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുള്ളൂ. അത് എനിക്ക് തന്നെ അറിയുകയും ചെയ്യാം. എന്നാലും ഇത് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാവരും കൂടുതൽ ചെറുപ്പമാവാനും ഏറ്റവും ഭംഗിയുള്ളവരാനും പണ്ട് ഇത്രത്തോളം ഇപ്പോൾ പാർലറിൽ പോകുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നതായിട്ട് എക്സസൈസ് ചെയ്യുന്നതായിട്ട് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം ഭംഗിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ടിപ്സ് ഇത് കാണുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റും? സത്യം പറഞ്ഞാൽ റിമി, ഞാൻ ഒന്നും ചെയ്യാറില്ല. ഞാൻ ബ്യൂട്ടി പാർലർ പിന്നെ എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരു ഫേഷ്യൽ പോലും ചെയ്തിട്ടില്ല. ആകെ പോണത് മുടി മുറിക്കാനോ അല്ലെങ്കിൽ ഐബ്രോസ് ചെയ്യാനോ കാർഡ് പോലെ വളരുമ്പോൾ പോയി ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഓവറായിട്ട് കോൺഷ്യസ് ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ സ്കിന്നിന് അതിൻ്റെതായ പ്രോബ്ലംസ് വരുന്നത്. ഞാൻ തീരെ കോൺഷ്യസ് അല്ല, ക്രീം പോലും എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പോൾ ചെയ്യുന്നതാണുള്ളൂ. പക്ഷെ എൻ്റെ ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. ഞാൻ അതെന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുന്നതല്ല, ചിലപ്പോൾ ഞാൻ മറന്നു പോകും ഭക്ഷണത്തിനെ കുറിച്ച്. രാത്രി ആകുമ്പോൾ അയ്യോ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. അങ്ങനെയാണ്. പക്ഷെ ഇതാരും ഫോളോ ചെയ്ത്, കാരണം വേറെ ഫോളോ ചെയ്തിട്ട് ആർക്കെങ്കിലും അൾസർ വന്നാലും പ്രശ്നം. അതെ. അതേപോലെ വെള്ളം ഞാൻ കുടിക്കുകയില്ല. വളരെ റെയറാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചീത്ത പറയും, പക്ഷെ എന്നിട്ട് പോലും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. പക്ഷെ ഇതാരും ഫോളോ ചെയ്യരുത്. സൗന്ദര്യത്തിന് കൂടുതൽ മകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം മകളും പ്രായമായി, അതായത് കുറച്ച് വലുതായിക്കൊണ്ടിരിക്കുന്നു. അമ്മ ഏതാ മകൾ ഏതാ തിരിച്ചറിയാത്ത അവസ്ഥ ചിലപ്പോൾ ചിലത് ജീൻസ് ടോപ്പൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ തോന്നിയിരിക്കില്ല. ഇപ്പൊ ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും ഒരു ഡ്രസ്സ് വാങ്ങിച്ചാൽ മതി. അവക്കും എനിക്ക് ഒരേ ഡ്രസ്സ് പറ്റും. എനിക്ക് ടോപ്സ് വാങ്ങിച്ചാൽ അവക്കും അതന്നെ. സാരി മാത്രമാണ് ഓൾമോസ്റ്റ് ബ്ലൗസ്. ഞാൻ പറയുന്നത് ചിലരൊക്കെ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി വൃത്തികേട് തോന്നാം. പക്ഷെ നീനയ്ക്ക് സ്ലീവ്ലെസ് ഇടുന്നതും ഇപ്പൊ ഇത്തിരി സൈഡൊക്കെ കാണിച്ചാലും അതുകൊണ്ട് തന്നെ അത് ഭംഗിയുണ്ടെന്ന് അവനവൻ അറിയാവുന്നത് കൊണ്ടാണ് ഒരു അരങ്ങാനൊക്കെ വയറിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഞാൻ ഈ ഷോന് വരുമ്പോ ഞാൻ ആദ്യം വെച്ചു എന്റെ ഭഗവാനെ റിമിയുടെ വായ നിന്ന് എന്തൊക്കെയാണെന്ന് വരാൻ. നല്ല കാര്യമല്ലേ പറഞ്ഞത്. ആ സൈഡിൽ അതിനെന്താ പറയുന്നത്? അരങ്ങാണം പറയാ. ആണോ? അരങ്ങാണം നമ്മൾ ഇച്ചിരി കയറ്റി കിട്ടുമെന്നുള്ളൂ അല്ലേ? അല്ല, ഹിപ്പ് ചെയിൻ മാറ്റിട്ട് നമുക്കത് വേസ്റ്റ് ചെയിൻ ആക്കാം. അല്ല, ഭംഗിയുള്ള ഹിപ്പാണെങ്കിൽ അത് കാണിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഇച്ചിരി സാരി ഉടുക്കുമ്പോൾ ഇത്തിരി സൈഡൊക്കെ കാണിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഈ സാരി. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ വയറിന് വല്ല അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹിപ്പ് ചെയിനിലേക്ക് നമ്മൾ ശ്രദ്ധ പോകുമ്പോൾ ബാക്കിയുള്ള അപാകത. സത്യത്തിൽ ഞാനിപ്പോ ഈ സാരി ഉടുക്കുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആവാൻ വേണ്ടി ഞാൻ എപ്പോഴും ബെൽറ്റ് ഇടും. വയറും ഉണ്ട്, ആ വയറ് കുറയ്ക്കുന്നതിനൊപ്പം തന്നെ വയറ് സൈഡ് കാണാണ്ടിരിക്കാൻ വേണ്ടി. കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ കൈയൊക്കെ പോകുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ അല്ല.
പക്ഷെ ഇപ്പൊ എനിക്ക് കൂടുതൽ കിട്ടുന്ന പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ബെൽറ്റ് ഉപയോഗിക്കുന്നു, വയറിൽ വല്ല പാടുണ്ടോ, റീമയുടെ വയർ കാണിച്ചാൽ എന്താ കുഴപ്പം, ഈ വക കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇനി കുറച്ച് എക്സ്പോസ്ഡ് ആവണോ? അപ്പൊ നമ്മൾ ഈ സൗന്ദര്യ സംരക്ഷണം എന്നുള്ള പങ്ക്തി വിട്ടിട്ട് അടുത്ത കരിയറിലോട്ട് വരികയാണ്. നീന കുറുപ്പ് എന്നുള്ള വ്യക്തിനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു പക്ഷേ എന്നാലും എല്ലാവരും ചാനലിൽ വന്നിട്ടൊക്കെ ഞാൻ പറയാൻ പോണ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടോ? കാരണം നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂക്കയുടെ കൂടെയാണ് ഒരു പക്ഷേ നീനയുടെ അരങ്ങേറ്റം എനിക്ക് തോന്നുന്നു, അല്ലേ? ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് എന്ന ചിത്രം ഞാനൊക്കെ ഒത്തിരി ടി വിയിൽ ഒത്തിരി കണ്ടിട്ടുള്ള പടമാണ്. പക്ഷെ നീനനെ കൂടുതലും ഇപ്പോഴത്തെ പിള്ളേർ അറിയുന്നത് ഒരു പക്ഷേ ചിലർ സീരിയലിലൂടെ ആയിരിക്കാം, പിന്നെ പഞ്ചാബി ഹൗസ് എന്നുള്ള സിനിമയിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ കുറെ സിനിമകളിലൂടെ ആയിരിക്കും. ഇല്ല, പഞ്ചാബി ഹൗസ് ആയിരുന്നു തോന്നുന്നു എനിക്ക്. കാരണം ഞാൻ ചെയ്തതിൽ നല്ല റോൾസ് പറയാനുള്ള തിരുമുറിവും പിന്നെ പഞ്ചാബി ഹൗസ് തന്നെയാണ്. ഈ ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് കഴിഞ്ഞ് അതിന് ശരിക്കും പറഞ്ഞ വേറൊരു ലുക്കും വേറൊരു അതിൽ എത്രാമത്തെ വയസ്സിൽ ശരിക്കും സിനിമയിൽ വന്നത്? ഞാൻ 19-20 years ഡിഗ്രിക്ക്. അല്ല, അതിൽ കണ്ട പോലെ ആ സിനിമയിൽ ശരിക്കും ഒരു മലയാളം അറിയത്തില്ലാത്ത ഒരു കുട്ടി പോലെ അങ്ങനെയാണല്ലോ, ഒരു മലയാളം അറിയത്തില്ലെന്നല്ല, ആ ഗ്രാമമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ശരിക്കും അങ്ങനെയായിരുന്നു. അത് വളരെ ആപ്റ്റ് ആയിട്ട് തോന്നി എനിക്ക് കണ്ടപ്പോ. എനിക്കറിയില്ല, ആ ഹെയർ സ്റ്റൈലും ചിലവരൊക്കെ അങ്ങനെ പറയാറുണ്ട്, നീനക്ക് പറ്റിയ ക്യാരക്ടർ ആയിരുന്നു എന്നൊക്കെ അന്നത്തെ കാലത്ത് എന്റെ അമ്മ പറയാറുണ്ട്, പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു അന്നൊക്കെ. പിന്നെ എപ്പോ തോന്നിയ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിക്കളയാന്ന്? ആക്ച്വലി അതിന് വേണ്ടി ഉണ്ടാക്കിയ സ്റ്റൈലായിരുന്നു. ഞാൻ അങ്ങനെ മുടി മുറിച്ചതായിരുന്നു. ഏതോ ഒരു ടീച്ചർ ഭയങ്കര ഇഷ്ടപ്പെട്ട ടീച്ചറിന്റെ മുടി അങ്ങനെ ആയതുകൊണ്ട് അത് കണ്ട് മുറിച്ചതായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുറിച്ചതായിരുന്നു, അത് കണ്ടിട്ട് മുറിച്ചതായിരുന്നു. പക്ഷെ പിന്നീട് ആ ട്രെൻഡിൽ ഏറ്റവും കൂടുതൽ ആ സമയത്ത് തിളങ്ങി നിന്ന ഒരു സ്റ്റാറിനെ മനസ്സിൽ കണ്ട് ഇഷ്ടം തോന്നിയിരുന്ന ആരായിരുന്നു ഈ ഒരു സമയത്തൊക്കെ? അല്ലെങ്കിൽ അതേപോലെയാണ് ആക്ച്വലി മലയാളത്തിൽ മമ്മൂക്കയും മോഹൻലാൽ തന്നെയായിരുന്നു. അല്ല, നടിമാരില് ഐ തിങ്ക് നമ്മളിപ്പോ ഒരു നടിയായിട്ട് രംഗപ്രവേശം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോരോ ആ സമയത്ത് തിളങ്ങി നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? അന്ന് ശോഭന ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ശോഭനയ്ക്ക് ആയിരിക്കും ഞാൻ അതിൽ കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ അഭിനയിക്കാൻ ഒരു ക്രേസ് ഉണ്ടായിരുന്നില്ല റിമി എനിക്ക്. ഇറ്റ് ഹാപ്പൻ ടു മീ. അങ്ങനെ അവർ വന്ന് ചോദിച്ചപ്പോൾ അപ്പം ഉണ്ടായ ഫീലിംഗ് ആണ്, ഓക്കെ യെസ് ചെയ്യാം എന്ന് വിചാരിച്ച് പോയി ചെയ്തുകൊണ്ട് ഒരു സിനിമ ഭ്രാന്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ക്രേസിനെസ് അന്ന് ക്രിക്കറ്റ് സ്റ്റാർസിനോടൊക്കെ ആയിരുന്നു, ക്രിക്കറ്റേഴ്സിനോടായിരുന്നു ഭ്രാന്ത് ഉണ്ടായിരുന്നത്. രവിശാസ്ത്രി. ഞാൻ രവിശാസ്ത്രി ക്രേസി ആയിരുന്നു. ഞാൻ ഇപ്പൊ ഒത്തിരി പേര് പാട്ടുകാരും അവരൊക്കെ എല്ലാ മുക്കിനും മൂലയിലും ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുമല്ലോ. അതെ, പെണ്ണുങ്ങൾക്കെല്ലാം കൂടെ ചേർന്നൊന്ന് ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കണം, നമുക്ക് ഉണ്ടാക്കാം. അല്ല, എനിക്ക് വലിയ ഭ്രാന്തില്ല, പക്ഷെ എന്നാലും കളി തുടക്കം തൊട്ട് കണ്ടാൽ ചിലപ്പോൾ ഇരുന്ന് കണ്ടുപോകും. ഇടയ്ക്കെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇൻട്രസ്റ്റ്. ഞാൻ ഇപ്പോഴും അത്രയ്ക്ക് പ്രാന്ത് കാണിക്കാറില്ല, പക്ഷെ അന്നത്തെ കാലത്ത് ഇത്തിരി കുറഞ്ഞൊന്നൊരു സംശയം എല്ലാവർക്കും അത് ഇല്ലേ? അങ്ങനെ നമ്മൾ പറയുന്ന ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇല്ല, അത് ഭയങ്കര പ്രാന്തായിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. പ്രാന്തല്ല, ഇഷ്ടമാണത്. അന്ന് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വേറൊരു റിക്രിയേഷൻ നമുക്ക് ഇല്ലായിരുന്നു. ഏതെങ്കിലും ക്രിക്കറ്റ് സ്റ്റാറിനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? രവിശാസ്ത്രിയെ കണ്ടിട്ടുണ്ട്. ഓ യെസ്, രവിശാസ്ത്രിനെ ഞാൻ ചെന്നൈയിൽ വെച്ചിട്ട് കണ്ടിട്ട് എന്റെ തലയിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തൊട്ടു. അതിനുശേഷം ഞാൻ പറയാൻ പറ്റില്ല, 2-3 ആഴ്ച തല പിടിച്ചില്ല. കാരണം രവിശാസ്ത്രി തൊട്ട തലയല്ലേ എന്ന് പറഞ്ഞിട്ട് അത്ര ക്രേസ് ആയിരുന്നു. അപ്പം പറഞ്ഞു വരുന്നത് അന്ന് ശരിക്കും ഫിലിമിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും മമ്മൂക്ക അന്ന് ശരിക്കും സ്റ്റാർ തന്നെയല്ലേ, സൂപ്പർ സ്റ്റാർ ലെവലിൽ തന്നെ നിൽക്കുകയല്ലേ ശരിക്കും, അല്ലേ? അതിനുശേഷം പിന്നെയും ഇങ്ങനെ ഉയർന്ന് വന്നു. പക്ഷെ അന്നും ടോപ്പ് സ്റ്റാർസ്. 8-9 വർഷം മുമ്പ് ഞാൻ വീണ്ടും കണ്ടു മമ്മൂക്കനെ. അപ്പൊ എന്നോട് പറഞ്ഞു, ഇപ്പോഴാണ് ഒന്ന് സൈസ് ആയത്. മമ്മൂക്കനെ പറ്റി പറഞ്ഞപ്പോഴാണ് റിമിയുടെ ഒരു പാട്ട് വരട്ടെ, മമ്മൂക്കന്റെ തന്നെ ഒരു സിനിമയിലെ ഒരു പാട്ട് എനിക്ക് വേണ്ടി. ശരി, എന്തായാലും ആദ്യത്തെ നായകൻ, ആദ്യത്തെ സിനിമ ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്. ആ സമയത്ത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു പാട്ട് ഉണ്ടായിരുന്നു, തൃഷ്ണയിലെ പാടാൻ മൈനാകൊണ്ട് ശ്രുതിയിൽ നിന്ന് വരും. അപ്പൊ ആ പാട്ട് ഞാൻ പാടാം. എന്നാലും ആ ലൊക്കേഷനിലോട്ട് പാലക്കാട് ഇല്ലാത്തൊരു കാര്യമാണ് ശ്രുതി കേട്ടോ. സത്യം എനിക്ക് അറിയില്ല പാടാൻ. എന്തായാലും നീനയുടെ ഒരു പാട്ട് ഇത് കഴിഞ്ഞ് നമുക്ക് രണ്ടുപേരും ചുമ്മാ ഒന്ന് കേൾക്കാം. ഈ പാട്ടിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യട്ടെ, നീന എന്തായാലും പാടും നോക്കാം. മനസ്സില് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ ഒരു 2 വരി പാടാൻ ഇങ്ങനെ മനസ്സ് കടന്ന് വെമ്പുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഒരു പാട്ട്, എനിക്ക് പഴയ പാട്ടാണോ പഴയ പാട്ട്? ആർക്കോ വേണ്ടി പാടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് അത് എനിക്ക് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ്. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ, എനിക്കു കണ്ണുകൾ എന്തിനു വേറെ, കാണാനുള്ളത് കരളിൽ പകരാൻ, കാണാനുള്ളത് കരളിൽ പകരാൻ നീയുണ്ടല്ലോ ചാരേ കണ്ണാ, നീയുണ്ടല്ലോ ചാരേ, കൺമണി നീയൻ
കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്കു കണ്ണുകളെന്തിനു വേറെ. സൂപ്പർ. ഇപ്പൊ നമ്മൾ പാടുവോ, നമ്മൾ എന്താ പറയാ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പാടണമെന്നുള്ളതല്ല. ഒരു പാട്ടുകാരന് നമുക്ക് ഒരു സാധാരണ മനുഷ്യന് എവിടെ വെച്ച് പാടാനും ആരും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അല്ലേ. നീനക്ക് ഇഷ്ടമുള്ളപ്പോൾ നീനെ പാടുന്നു. പക്ഷേ ഈ പാട്ട് പാടുമ്പോൾ ഇതിന്റെ ലിറിക്സ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഭയങ്കരമായിട്ട് ആരും മിസ് ചെയ്യുന്നുണ്ട്. മേ ബി എന്നാണ് പറയുന്നത്. ബേബി നല്ല ഓർമ്മകൾ. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് മനസ്സിൽ. അതായത് ഈ ആളുള്ള ഒരു ഓർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ അപ്പ പാടിക്കൊടുത്ത പാട്ടായിരിക്കാം, പുള്ളി ഇങ്ങോട്ട് പാടി തന്ന പാട്ടായിരിക്കാം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാടിക്കൊടുത്ത പാട്ടാവാം. പക്ഷെ അതെന്തായാലും ഈ ഇത്തരത്തിലുള്ളൊരു പാട്ട് പാടി ഇപ്പോൾ ഒരു ചെറിയൊരു നൊസ്റ്റാൾജിയ മനസ്സിൽ വന്നു. അത് വരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. എനിക്ക് ഈ പാട്ടിലൂടെ എനിക്കൊരു ചെറിയൊരു അനുഭവം മാത്രം നല്ല ഇന്ന് മുഴുവൻ ഐ തിങ്ക് അതിന്റെ ഒരു ഓർമ്മയിൽ എനിക്ക് ചിരിക്കാൻ പറ്റും, എനിക്ക് സ്മൈൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ശ്രീധരന്റെ ഒന്നാം മുറിവല്ലല്ലോ, ഒന്നാം തിരുമുറിവ് എന്ന ചിത്രത്തിന് ശേഷം എത്ര നാള് വെയിറ്റ് ചെയ്തു? അത് സിനിമയെ വേണ്ടാന്ന് വെച്ചോ? പിന്നെ എനിക്ക് ആക്ച്വലി താല്പര്യം ഉണ്ടായിരുന്നു അഭിനയിക്കാൻ വേണ്ടി. പഠിച്ചുകൊണ്ടിരിക്കുന്നു ഫിലിം, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ടു മീ. അതുകൊണ്ട് ആ പടം കഴിഞ്ഞ ശേഷം പിന്നെ ഉടനെ തന്നെ എന്നെ ന്യൂഡൽഹിക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, നിർത്തി. 3-4 വർഷം കഴിഞ്ഞാണ് വീണ്ടും സീരിയൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എന്താ പഠിക്കാൻ പോയോ? ഇല്ല, പഠിക്കാനൊന്നും അല്ല, അങ്ങനെ മതി, അഭിനയം വേണ്ട. 19ാമത്തെ വയസ്സിൽ എന്നാ ചെയ്യുമായിരുന്നു? പഠിച്ചോണ്ടിരിക്കും. 20 ആയിട്ടുണ്ടോ ആക്ച്വലി ഫിലിം റിലീസ് ചെയ്യുമ്പോഴത്തേക്കും 20 years. ഡിഗ്രി പഠിക്കുമായിരുന്നു? ഡിഗ്രി ഫൈനൽ ഇയർ ആയിരുന്നു. ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടല്ലേ? ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്, എംഎയും പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഇത്ര ഇംഗ്ലീഷ് ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പഠിച്ചത്? എനിക്ക് തോന്നുന്നു ആംഗ്ലോ സ്കൂൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ശരി. എവിടെ? കൊച്ചിയില്? അല്ല, കാലിക്കറ്റ്. ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. സത്യം പറയാം, കോഴിക്കോട്ടുകാരിയാണ്. എറണാകുളത്ത് വന്ന് 15 വർഷമായിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏതൊരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മിന്നാ മിന്നിക്കൂട്ടോ സിനിമയിൽ മാമുക്കോയെ പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോടുകാർക്ക് അങ്ങനെ പ്രതികാരം വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ, വാശി വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? മറന്നുപോകും. മനസ്സിൽ ഭയങ്കര ശുദ്ധമായ നാടാ. മനസ്സിൽ വിഷമമുണ്ടാവും, മറക്കൂല. പക്ഷെ അത് ഓർത്ത് നമ്മൾ ദുഷ്ടത്രം കാണിക്കില്ല. എനിക്ക് നമ്മളെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ മിക്കവരും അത് ഓർത്ത് മനസ്സിൽ വെച്ച് ദുഷ്ടത്രം ഒന്നും തിരിച്ച് കാണിക്കില്ല. അതാണ് കോഴിക്കോടുകാരെ പറ്റി പെട്ടെന്ന് പറയാൻ തോന്നിയത്. മാറ്റി വെക്കും അവരുടെ ക്യാരക്ടറിലോ അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണത്തെ പറ്റി പറയാനാണെങ്കിൽ, അവിടുത്തെ ഇഷ്ടപ്പെട്ട സ്ഥലത്തെ പറ്റി പറയാൻ. ഭക്ഷണം പറഞ്ഞാല് മലബാർ ഭാഗത്തേക്കുള്ള ഭക്ഷണമാണ് ഏറ്റവും രുചിയുള്ളത്. ഞാൻ തർക്കിക്കും. ഇല്ല, പ്രത്യേകിച്ച് ഈ പെരുന്നാൾ സമയത്തൊക്കെ സത്യം. ബിരിയാണി അല്ല, മുട്ടമാല, എന്താണ്, പിന്നെ മറ്റേ പെരുന്നാൾ സമയത്ത് മാർക്കറ്റിൽ കുറെ എന്താണ്, ഉന്നക്കായ, ചട്ടിപ്പത്രി, ഇറച്ചിപ്പത്രി. അത് ശരിയാ. പക്ഷേ നല്ല കുത്തിരിച്ചോറും പുളിശ്ശേരിയും മീൻകറിയും ബീഫ് ഒലത്തിയതും ചിക്കൻ റോസ്റ്റും മട്ടൺ ഇതൊക്കെ വെക്കണമെങ്കിൽ കോട്ടയം പാല തന്നെ വരണം എന്ന് എനിക്ക് തോന്നുന്നു. അത് ഓരോ നാടിന്റെ പ്രത്യേകത. തിരുവനന്തപുരത്തുകാർക്ക് അവരുടെ സ്പെഷ്യൽ വിഭവങ്ങൾ പറയാനുള്ളത്. എന്നാൽ നീന പാചകത്തിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അത് ചെയ്താൽ മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട? എനിക്ക് പാചകം വലിയ ഇഷ്ടമുള്ള കാര്യമല്ല സത്യം പറഞ്ഞാല്. പക്ഷെ ഞാൻ ചെയ്യും, നിവൃത്തിയില്ലാത്തതുകൊണ്ട് പാചകം ചെയ്യുന്നു. ചെയ്തു പോവേണ്ടി വന്ന ഒരു ഞാൻ ചെമ്മീനെ കൊണ്ടുള്ള നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. 1-2 പ്രാവശ്യം ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം മറന്നുപോയി, കുറച്ചു കാലം മുമ്പേ ആയിരുന്നു. പിന്നെ ഞാൻ നൂഡിൽസ് നന്നായിട്ട് ഉണ്ടാക്കും. മാഗിയാണ് ശരി. മുട്ട നന്നായിട്ട് പുഴുങ്ങും, അതൊക്കെ ചെയ്യും നന്നായിട്ട്. മുട്ട പുഴുങ്ങും, നല്ല പപ്പടം കാച്ചും. ദോശ, എന്റെ ദോശ അടിപൊളി ദോശയാണ്. അതൊന്നുമല്ല, പ്ലെയിൻ ദോശ. ഹോട്ടലിൽ കിട്ടുന്ന പോലെ ഇങ്ങനെ നേരിയ ക്രിസ്പി നേരിയ ദോശ ഞാൻ ഉണ്ടാക്കും. ഒരു ദിവസം നമ്മൾ വരും. ഇപ്പോഴും കോഴിക്കോടാണോ താമസിക്കുന്നത്? കൊച്ചിയില് ഫ്ലാറ്റ് എടുത്ത് താമസിക്കും. മോളിപ്പോ എന്ത് ചെയ്യുന്നു? 9ൽ പഠിക്കുന്നു. മോള് ഭയങ്കര സുന്ദരിയാണ്. അതൊക്കെ ഞങ്ങൾ ടി-വിയിൽ കണ്ടപ്പോൾ ഞങ്ങളത് മനസ്സിലാക്കി. എന്നാലും ഒരു അമ്മ എന്ന നിലയിൽ മോള് ഭയങ്കര ലൈവ്ലിയാണ്. ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ വിടാനൊക്കെ ഇപ്പൊ വിടില്ല. എന്താണ്, 10ാം ക്ലാസ് കഴിഞ്ഞു. അപ്പൊ മേ ബി അവർക്ക് ഇഷ്ടമുണ്ട് ഇംഗ്ലീഷ്. എന്തെങ്കിലും വല്ല പറഞ്ഞു കേട്ടോ? അങ്ങനെ എന്താ ഇഷ്ടമൊന്നുമല്ലോ ചോദിച്ചോ? അവളെ ഇടയ്ക്കിടയ്ക്ക് പറയും എന്നോട്, എനിക്ക് നീന മാത്രം ഇങ്ങനെ അഭിനയിച്ച് നടന്നാൽ മതിയോ? എന്നെ നീന എന്നാ വിളിക്കുന്നത്, പേരാ വിളിക്കുന്നത്. നീന മാത്രം ഇങ്ങനെ അഭിനയിച്ച് നടന്നാൽ മതി, എനിക്കും അഭിനയിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനെ ഒരു ക്രേസ് ഇല്ല അഭിനയിക്കുന്നത്. അവൾക്ക് ഒന്നുകിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ ആസ്ട്രോനോട്ട് ആവണം, അല്ലെങ്കിൽ പൈലറ്റ് ആവണം. അങ്ങനെ കുറേ ആഗ്രഹങ്ങളാണ്, അതിലൊന്നാണ് അഭിനയം. ശരി, നമ്മൾ ഒരൊറ്റ പാട്ടിലോട്ട് കൂടെ പോകാം. പാട്ട് പാടിക്കഴിഞ്ഞാൽ നീനേനെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന സീരിയൽ, സിനിമ ഇതെല്ലാം മാറ്റി നിർത്തിയ നീന ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം ഒരു റിയാലിറ്റി ഷോ. അതിന്റെ വിശേഷങ്ങളോട് നമുക്ക് പോകാം ഈ പാട്ടിന് ശേഷം. ചിത്രം എന്ന സിനിമയിലെ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു ഈ പാട്ടല്ലേ? ഈ പാട്ട് ഇടക്കാല ചിത്രങ്ങൾ, ഇടക്കാല കഴിവ് പാടാൻ പറ്റുന്നത് ഭയങ്കര സംഭവമാണ്. അത് നിങ്ങളൊക്കെ അഭിനയിക്കുന്നതാണെന്ന് ഞങ്ങൾ പറയും. അഭിനയം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് നോട്ട്
യു ക്യാൻ ക്രിയേറ്റ് ഇറ്റ്, കൾട്ടിവേറ്റ് ഇറ്റ്. പക്ഷെ പാടാൻ കൾട്ടിവേഷനിൽ താല്പര്യമുണ്ടോ? അഗ്രികൾച്ചർ എന്തെങ്കിലും വീടില്ല, ഫ്ലാറ്റ് ആയിട്ടൊന്നും നടക്കത്തില്ലല്ലോ അല്ലേ? എനിക്ക് ഈ ഫ്ലാറ്റും വീടും ഈസി ലൈഫാണ് ഇഷ്ടം. ഫ്ലാറ്റ് വീട് എന്ന് പറയുന്നതിൻ്റെ മെറിറ്റ്സും ഉണ്ട് ഡീമെറിറ്റ്സും ഉണ്ട്. ഫ്ലാറ്റിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് പേരുമായിട്ടുള്ള കുടുംബങ്ങളുമായിട്ടുള്ള ഒത്തൊരുമ, സേഫ്റ്റിയാണ് ഞാൻ നോക്കുന്നത് ഫ്ലാറ്റിൽ. എനിക്ക് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒത്തൊരുമ ഫീൽ ചെയ്യും. ഈ വീടെന്ന് പറയുമ്പോൾ പലരും പല റൂമുകളിലോട്ടൊക്കെ പോകും. ഈ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ 3 മുറി ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഒത്തുകൂടാനും കിച്ചൺ ആയിക്കോട്ടെ ഒരു നിലയായതുകൊണ്ട് എല്ലാവരും ഒന്ന് അതിൽ കിടന്ന് ചുറ്റിക്കളിക്കും. ശരിയല്ലേ? അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പം അത് സേഫ്റ്റി ആസ്പെക്ട് ആണ്. കാരണം എനിക്ക് 14-year-old ആയ ഒരു പെൺകുട്ടിയുള്ളത്. അപ്പം വീട്ടിലാണെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ടും ആരും വീട്ടിലില്ലെങ്കിൽ ആ സേഫ്റ്റി എനിക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ഫ്ലാറ്റിലാണെങ്കിൽ ഐ എം 100% ഷുവർ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ എന്തായാലും ഫ്ലാറ്റ് എന്തായാലും അതുകൊണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം, ഞാൻ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ടോപ്പിക്കിലോട്ട് പോകണം. റിയാലിറ്റി ഷോ. ഒത്തിരി ഇന്റർവ്യൂവിൽ ഇത് തന്നെ നമ്മൾ ചോദിക്കുന്നെങ്കിൽ ഈ ടോപ്പിക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. നീനയുടെ കരിയറിൽ ഈ റിയാലിറ്റി ഷോ എന്നതുപോലെ തന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് വഹിച്ച ഒരു ചിത്രമാണ് പഞ്ചാബി ഹൗസ് അല്ലേ? അത്ര ഹിറ്റായിരുന്നു അല്ലേ ആ പടം? ഏറ്റവും കൂടുതൽ ഫെസ്റ്റിവൽ ടൈമിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു പടമാണ്. ഏറ്റവും കൂടുതൽ ഇനാഗ്രേഷൻ വന്നേക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാർ വാല്യൂ കൂടുന്നത് നമുക്ക് ഫീൽ ചെയ്യും ചില സമയത്ത്. അങ്ങനെ ഫീൽ ചെയ്തേക്കുന്ന സമയം ഏത് നീനയുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ കൂടി നിൽക്കുന്നു തോന്നിയേക്കുന്ന ഒരു സമയം? ഓഫ് കോഴ്സ് പഞ്ചാബി ഹൗസ് തന്നെ ഐ ഷുഡ് സേ. കാരണം മോഹിനിക്കൊപ്പം തന്നെ നല്ല ഭയങ്കര ഹിറ്റ്. ഏകദേശം എത്ര ദിവസം ഓടിയ പടം? അങ്ങനെ എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം വീണ്ടും അത് തിയേറ്ററുകളിൽ വന്നാൽ വീണ്ടും അത് കുറെ കാലം. എവിടെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ? കൊച്ചി, എറണാകുളത്ത് തന്നെ. റാഫി മെക്കാട്ടിന്റെ പടം അല്ലേ? എന്നാലും ആ ലൊക്കേഷനിലോട്ട് പോകുമ്പോൾ അതിന്റെ ഒരു ഓർമ്മകളിലോട്ട് പോകുമ്പോൾ ഞാൻ ഇപ്പോഴും പാസ് ചെയ്ത് പോകുമ്പോൾ എഴുപുന്ന ആ സ്ഥലത്തായിരുന്നു എൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും പാസ് ചെയ്ത് പോകുമ്പോൾ ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുമ്പോൾ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോൾ എപ്പോഴും ആ സ്ഥലത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു. എന്നാൽ ലൊക്കേഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു സൗഹൃദം വന്നതായിരുന്നു. ദിലീപ് ഏട്ടനൊക്കെ ശരിക്കും സൂപ്പർ സ്റ്റാർ ആയി വരികയാണ് ആ സമയത്ത് അല്ലേ? അതെ അതെ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു കണക്ഷൻ ഇല്ല. പക്ഷെ ആ പടത്തിനെ കുറിച്ച് ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചൊരു പടമായിരുന്നു. ഞാൻ ചെയ്യില്ല എന്ന് അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തി. ഞാൻ സീരിയൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ, ഇനി ഫിലിം ചെയ്യില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സീരിയലില് മെയിൻ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇവര് സിനിമ വന്ന് നിർബന്ധിച്ചിട്ട് ഞാൻ എന്തെല്ലാം കണ്ടീഷൻസ് പറഞ്ഞു ആ കണ്ടീഷൻസിനൊക്കെ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്നെ കൂടെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച പടമായിരുന്നു. ഇപ്പൊ ഞാൻ വിചാരിക്കും അങ്ങനെ അവരത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നിട്ടും ഭയങ്കര മിസ് ചെയ്തേനെ. ലൈഫിൽ ഏറ്റവും വലിയ മിസ് ആവുമായിരുന്നു സർട്ടൻലി. ഇപ്പോഴും ആൾക്കാർ ഒരു പക്ഷെ ആദ്യം കാണുന്ന പറയുന്ന പടം പഞ്ചാബിലെ ബാസ്. പക്ഷെ ഒരുപാട് സിനിമ അഭിനയിച്ചില്ലേ? പാണ്ടിപ്പട, കുറച്ച് ചെറിയ റോൾസ് ആണ്. ഞാൻ നല്ല റോൾ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫിലിമും. എന്നാൽ ഈ ഫസ്റ്റ് ഫിലിമിന് ശേഷം ഒരു നായിക എന്നുള്ളൊരു റോളിൽ വരാത്തപ്പോൾ ചിലപ്പോൾ ഇത്തിരി വിഷമം വന്നു കാണും അല്ലേ? കാരണം എന്റെ ചോയ്സ് ആയിരുന്നു സിനിമയിൽ അഭിനയിക്കേണ്ടതാണ്. പിന്നെ സീരിയലിൽ തുടങ്ങിയതിന് ശേഷം പിന്നെയും എന്റെ ചോയ്സ് തന്നെയായിരിക്കും സീരിയൽ മതി എന്ന്. ഏറ്റവും ജനപ്രിയ സീരിയൽ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയത്തക്ക സീരിയൽ ഒരുപാട് സീരിയൽസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മേഘസംഗീതം, ഗോപിക, ദാമ്പത്യം, ഇതൊക്കെ സൂപ്പർ ഹിറ്റ് സീരിയൽസ്. സൂപ്പർ ഹിറ്റ് സീരിയലിലെ ഒരു ഏറ്റവും എന്താ പറയാ ഏറ്റവും റെമ്യൂണറേഷൻ മേടിക്കുന്ന അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഒരു സമയത്ത് നീന. ശരിയല്ലേ? ഒരു നമ്പർ 1 ആർട്ടിസ്റ്റ് തന്നെ പറയാം. ഒരു ആഴ്ചയിൽ നമുക്ക് മൺഡേ ഒരു സീരിയലിന്റെ ഒരു എപ്പിസോഡ്, ട്യൂസ്ഡേ നെക്സ്റ്റ് എപ്പിസോഡ് അങ്ങനെ വരുമ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവില്ലായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം എൻ്റെ വേറെ സീരിയൽസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ചില അമ്മൂമ്മമാര് പറയും, ഇവള് ഇന്നലെ കുമരകം രഘുനാഥിന്റെ കൂടെയാണല്ലോ നടന്നത്, ഇന്ന് ഇവിടെ രവി വളത്തോളിന്റെ കൂടെയാണോ നടക്കുന്നത് പറയാറുണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര പെയറായിരിക്കും രഘുനാഥേട്ടൻ, രവി വളത്തോൾ. ആ സമയത്ത് സീരിയലിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല പേർന്ന് കിട്ടിയേക്കുന്ന ആരുമായിട്ട് അഭിനയിക്കുന്നത്? ഞാൻ ചെയ്ത എല്ലാ സീരിയൽസും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, ഇപ്പം മനു വർമ്മയാണെങ്കിലും കൃഷ്ണകുമാർ ആണെങ്കിലും രഘുചേട്ടനാണെങ്കിലും രവിചേട്ടനാണെങ്കിലും എല്ലാവരും കൂടെ. ആരെങ്കിലും കണക്ഷൻ ഉണ്ടോ പഴയ സുഹൃത്തുക്കളായിട്ട്? കാണുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കലൊന്നുമില്ല, പക്ഷെ പഴയ പോലെ തന്നെ കുറവാണ് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത്. അങ്ങനെയില്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരായിരിക്കും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് വിട്ടുപോകും. അത് നമ്മൾ വിട്ടുപോകാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയ ഫ്രണ്ട്ഷിപ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപാട് സിൻസിയർ ആയി പോയി, പക്ഷെ അവരുടെ ഭാഗത്തൊന്നും വന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇൻഡസ്ട്രിയിലുള്ള 2-3 ഫ്രണ്ട്സിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച്, അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല. എന്നെ അവർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ചെയ്യേണ്ട ആവശ്യം അവർക്ക് അത്രയും ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. They didn't have to do that. ലേഡീസ് ആയിട്ട് കേട്ടോ, ആണുങ്ങളായിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സാരമില്ല. പിന്നെ നല്ല നല്ല സൗഹൃദങ്ങൾ നമ്മളെ തേടി വന്നിട്ടില്ല. എക്സാക്ട്ലി. ഇപ്പൊ ഞാൻ അതുകൊണ്ട് അതൊക്കെ ഒരു പാഠമാണ്. ഇപ്പൊ ഞാൻ പാഠം ഒന്നൊരു വിലാപത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. വിളിച്ചിരുന്നു ഇല്ല.
അപ്പൊ നമുക്ക് തക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. ഒരുപാട് വിശേഷങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ റിയാലിറ്റി ഷോ, അതിൻ്റെ അകത്ത് ഇവർ തകർത്ത് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ചോദിച്ചറിയാനുണ്ട്. അപ്പൊ തക്കാലം ഇന്നത്തേക്ക് നമുക്ക് നൃത്തത്തിന്റെ എപ്പിസോഡ് തീർന്നു. അടുത്ത ദിവസം നീന തിരിച്ചു വരുമെന്നുള്ളൊരു ഉറപ്പിന്റെ നൃത്തമെന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ചാറ്റ് ഷോ താൽക്കാലികമായിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ടാറ്റാ ബൈ ബൈ ഫ്രം റിമി ടോമി ആൻഡ് നീന കുറു.